ഇത് നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. ഇത് കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മയോനൈസും ചേർക്കുന്നുണ്ട്, പിന്നെ ചീസും ചേർക്കുന്നുണ്ട്. മയോനൈസ് ചേർക്കുന്നത് നിങ്ങൾ ഒരുപാട് ചേർക്കരുത്. കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിപ്പോൾ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എന്തോരം ചേർക്കണം എന്നുള്ളത്. പിന്നെ ചീസ് ആയിരുന്നാലും ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടിയും ചേർക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാസ്ത എടുക്കുക. ഇപ്പോൾ പാസ്തയ്ക്ക് പകരം നമ്മുടെ നാട്ടിലേക്ക് മാക്രോണി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അതായിരുന്നാലും കുഴപ്പമില്ല. അത് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ ഇതേപോലത്തെ ഒരു മീഡിയം ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ചില കുട്ടികൾക്ക് ചിലപ്പോൾ ക്യാരറ്റ് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെയും മിക്ക കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങാണ് ഇവിടെ കൂടുതൽ ചേർക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർക്കുക. ഫ്രഷ് ആയിട്ടുള്ള കോൺ കിട്ടില്ലേ, അങ്ങനത്തെ കോൺ വേണമെന്നുണ്ടെങ്കിൽ കോൺ ചേർക്കുക. അതൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ഒരു പേരിന് മാത്രം ചേർക്കുക, ഒരുപാട് ചേർക്കരുത്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങും പിന്നെ ഈ ക്യാരറ്റും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പുള്ള ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല, ഉപ്പില്ലാത്ത ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. പിന്നെ 2 കപ്പ് പാല് വേണം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോനൈസ് എടുത്തിട്ടുണ്ട്. സാധാരണ ഇതേപോലെ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ മയോനൈസ് ചേർക്കാറില്ല. പക്ഷേ ഈ പാസ്തയും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മയോനൈസും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. ഈ ചീസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചീസും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ മോസറല്ല ചീസാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചീസ് എടുക്കുക. പിന്നെ ഞാനിവിടെ ഇതേപോലെ 2 ഹെർബ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒറഗാനോ എടുത്തിട്ടുണ്ട്, ബേസിലും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അതായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഹെർബ്സ് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. പക്ഷെ ഇതും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കറിയിലേക്കും കറിവേപ്പില ചേർക്കുമ്പോൾ അതിന് നമ്മുടെ ഒരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് രണ്ടും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് ഈ പാസ്ത ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. പിന്നെ ഇത് നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റണത് ചീസ്. ഇപ്പോൾ ചീസ് നിങ്ങളുടെ അടുത്തില്ല, അപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ ചീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചീസ് ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ തന്നെ ഈ ഹെർബ്സ് ഇതും നിങ്ങൾക്കിപ്പോൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ ഇതും കൂടിയിട്ട് ചേർക്കാം. ഈ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. കാരണം ഈ പാസ്ത വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചോറിൽ നിന്നൊക്കെ വെള്ളം ഊറ്റിക്കളയുന്ന പോലെ ഇതിൽ നിന്നും വെള്ളം ഊറ്റിക്കളയും. ഈ തീ ഓണാക്കുക. ഇത് മൂടി വയ്ക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, പാസ്തയും ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. പാസ്ത വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും പിന്നെ ഈ 2 വെളുത്തുള്ളി ഇത് 3 നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. കിഴങ്ങ് നിങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ ഇത് 3ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം, അപ്പോഴായിരിക്കും ഈ പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുക. പിന്നെ ചിലവർ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കില്ല. ഞാൻ സാധാരണ ഓയിൽ ചേർക്കാറുണ്ട്. ഇതിലേക്ക് പാസ്ത ചേർക്കാം. ഇത് മൂടി വയ്ക്കുക. അത് മൂടി വെച്ചാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ തിളച്ച് പോകണ പോലെ തന്നെ ഈ പാസ്തയുടെ ഇതിനകത്തുള്ള ഈ വെള്ളവും തിളച്ച് പോകും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ചിടുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കുക.
തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് എന്തെങ്കിലും തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിളച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആ അടുപ്പിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മറ്റേ അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സാധനം എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചൂടായി അത് ഇരുന്ന് അവിടെ ഭയങ്കര ഹാർഡാവും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ മറ്റേ അടുപ്പത്തേക്ക് ഉണ്ടാക്കുന്ന സാധനം എടുത്ത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുപ്പ് തുടയ്ക്കും. ചില സമയത്ത് അധികം ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കൈപ്പൊള്ളിയതാണ് ഈ കാണുന്നത്. ചെറിയ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ചെറിയ ചൂടോട് കൂടിയിട്ട് ചെയ്യും. പക്ഷെ ചൂടാറി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പാസ്ത വെന്തിട്ടുണ്ട്. അതിപ്പോൾ സാധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കണവരാണെങ്കിൽ പാസ്ത ഇങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാസ്ത വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുക. ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ വെളുത്തുള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഇങ്ങനെ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കുമ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഇടുന്ന സമയം കൊണ്ട് തന്നെ ഈ ബട്ടറും പിന്നെ വെളുത്തുള്ളിയൊക്കെ ആണ് കരിഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. ഇനി ഇത് നീക്കി വയ്ക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഈ സെയിം പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ആ ബാക്കിയുള്ള ബട്ടർ ചേർക്കുക. നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ആ ബാക്കിയുള്ള ബട്ടർ ചേർക്കുക. ഈ ബട്ടർ ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. ബട്ടർ ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ബട്ടർ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കൂട്ടി വയ്ക്കരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ബട്ടറിൽ കിടന്നിട്ട് ഈ മൈദപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ മൈദപ്പൊടിയുടെ ആ പച്ച ടേസ്റ്റ് പോകണം. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ട വഴിക്ക് തന്നെ ഇതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കട്ട പിടിക്കാനും പാടില്ല. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഞാനിപ്പോൾ ഇവിടെ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇത് ബട്ടറിൽ കിടന്നിട്ട് മൈദപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ ബട്ടറിൽ കിടന്നിട്ട് മൈദപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു ഗോൾഡൻ കളറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർക്കുക. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. ഈ പതുക്കെ ഇടയ്ക്കൊന്ന് കൂട്ടിയും കുറച്ചും വയ്ക്കുക. ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യരുത്, ഇത് കട്ട പിടിക്കുകയും ചെയ്യരുത്. ഈ മൈദപ്പൊടി ചേർത്തേക്കണ കാരണം കൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ആ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുംതോറും ഇതിങ്ങനെ തിക്കായിട്ട് വരും.
അപ്പോൾ ഇത് അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിങ്ങനെ തിക്കായി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ തിക്കായി ഇങ്ങനെ വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇത് തിക്കായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് ഒരു ലോ ഫ്ലെയിമിലാണ് വെക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും തിക്കായിട്ടുണ്ട്. ഭയങ്കര തിക്കായിട്ട് ഭയങ്കര കട്ട പോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർക്കുക. മയോനൈസ് കൂടുതൽ ചേർക്കരുത്. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ തീ ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നത്. ബേസിൽ ലീവ്സും പിന്നെ ഒർഗാനോ ലീവ്സും ചേർക്കുക. അത് രണ്ടും കുറേശ്ശെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സോസ് ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആ പാസ്ത ചേർത്ത് കഴിയുമ്പോൾ അപ്പോൾ പാസ്തയുടെ ഉള്ളിലേക്ക് ആ സോസൊന്നും മുട്ടും പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണ പാസ്ത ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോസ് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും. ഈ പാസ്തയിൽ ഈ സോസ് ഇതേപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. പിള്ളേർക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നിങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർക്കുക. ചീസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിലേക്ക് കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 2 പിടി ചീസ് ചേർക്കുന്നുണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്രീമി പോലെ ഇരിക്കണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്തു. പിന്നെ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടും ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് ഇരുന്നിട്ടും തിക്കായി പോകും. അപ്പോൾ പിന്നെ രണ്ടാമത് നിങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.